സൂറത്ത് അങ്കബൂത്ത് 29 അധ്യായം. ആ അങ്കബൂത്തിന്റെ 39 ആയത്തിലെത്തുമ്പോ ഈ പറഞ്ഞ ടീമിനെ മൊത്തത്തിൽ അള്ളാഹ് പറഞ്ഞുതരാൻ. എന്താ പറഞ്ഞറിയോ? വഖാറൂന വഫിർഔന വഹാമാൻ. ഹാമാൻ എന്ന മന്ത്രിയാണ് അയാളുടെ. വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാതി ഫസ്തക്ബറൂ ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ. ഖാറൂനെയും ഫിർഔനെയും ഹാമാനെയും അള്ളാഹ് പറയാ നാം നശിപ്പിക്കുകയുണ്ടായി. വ്യക്തമായ തെളിവുകളും കൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. അപ്പോൾ അവർ അഹങ്കരിച്ച് നടന്നു. അവർ നമ്മെ മറികടക്കുന്നവരായില്ല. അങ്ങനെ പറഞ്ഞാൽ അള്ളാന്റെ വിധിക്കപ്പുറത്തേക്ക് പോകാൻ അവരെക്കൊണ്ട് പറ്റൂല. എത്ര അഹങ്കാരികളാണ്! സമൂദ് ഗോത്രം, ആദ് സമൂഹം, ശുഐബ് നബിയുടെ സമൂഹം, നൂഹ് നബിയുടെ സമൂഹം, അറേബ്യൻ മുശ്രിക്കുകൾ, ഒരുപാട് അഹങ്കാരികളുടെ ചരിത്രം ലോകത്ത് കാണാൻ പറ്റും. അക്കൂട്ടത്തിലൊരു അഹങ്കാരികൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത് അതാണ് മുനാഫിഖുകൾ. അത് ശരിക്കും കിബിറിനാലുണ്ടാകേണ്ടതാണ്. ഒരുതരം കിബിറാണ്. എന്താ അവരുടെ കിബറെന്നറിയോ? മുനാഫിഖുകളുടെ കിബർ എന്താ അള്ളാഹ് പറഞ്ഞുതരാൻ. സൂറത്ത് മുനാഫിഖുൻ 5-ാമത്തെ ആയത്ത്. ഇതൊക്കെ നമ്മൾ ഓതിപ്പോണതാണ്, പക്ഷെ അതിന്റെ ഉള്ളിലൂടെ പോയാലേ നമുക്ക് ഗുണപാഠങ്ങൾ ഉണ്ടാവും. എന്താ? വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. നിങ്ങൾ വരൂ, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിച്ചുകൊള്ളും തേടിക്കൊള്ളും എന്ന് അവരോട്, മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ അവർ അവരുടെ തല തിരിച്ചു കളയും. അവർ അഹങ്കാരം നടിച്ചുകൊണ്ട് തിരിഞ്ഞു പോകുന്നതായി നിനക്ക് കാണുകയും ചെയ്യാം. അതായത് അള്ളാന്റെ റസൂലിനോട് നിങ്ങൾ ചെയ്തു പോയതിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അരികിലേക്ക് വരൂ. അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടും എന്ന് റബ്ബ് ഈ മുനാഫിഖുകളോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂന. അഹങ്കാരികളായിക്കൊണ്ട് അവർ തല തിരിച്ചു കളഞ്ഞ് അവർ കടന്നു പോകുന്നതാണ്. ഇത് മുനാഫിഖുകളുടെ ഒരു പ്രത്യേകതയാണ്. സത്യത്തിൽ അത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആധുനിക കാലത്തെ ചില ആളുകളും അങ്ങനെയാണ്. അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വരൂ എന്ന് പറഞ്ഞാലും ഓൻ്റെ തല തിരിച്ച് തിരിഞ്ഞു പോകും. കാരണം എന്താ പറയുക? അതൊന്നും ഇപ്പം ഇവിടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയതല്ല. അങ്ങനെ ഒരു വേഷമൊന്നും ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു രൂപമൊന്നും ഇവിടെ പറ്റില്ല. അതൊക്കെ ആ അറേബ്യൻ കാലഘട്ടത്തിൽ മാത്രം നിലനിൽക്കാവുന്ന ഒന്നാണ്. ഇതൊക്കെ ഒരു ആധുനിക ലോകമാണ്, ഒരു മോഡേൺ വേൾഡാണ്. എന്തെല്ലാം ഡയലോഗ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ. ഒരു സുന്നത്തിനൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ സുന്നത്തിനെ ചവിട്ടി മെതിക്കാൻ എന്തെല്ലാം പറയാൻ പറ്റും അതൊക്കെ പറയും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം എല്ലാ കിബറന്മാരിൽ നിന്നും അത്തരം സ്വഭാവങ്ങളിൽ നമുക്ക് അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ.